ക്യാബേജ് 40. വേറെ ഉണ്ടാവോ? വേറെ ക്യാബേജ് ഉണ്ടാവോ? 40 കിലോ. എത്രയാവും? മുറിച്ച് തരുമോ? പകുതി മതി. എത്രയായി? അതല്ല ക്യാബേജ് എത്രയാണ്? പനി ചേച്ചി എപ്പോഴും പനി തന്നെയാണ്. സുഖം. ഇതേ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാം. എൻ്റെ ചേച്ചി ഇപ്പം ന്യൂസിലൊന്നും കാണുന്നതല്ലേ, ഇപ്പോഴത്തെ പച്ചക്കറികളെല്ലാം വിഷം അടിച്ചതാണ്. അപ്പം അമ്മയൊക്കെ പറഞ്ഞില്ല വാങ്ങണ്ട. പിന്നെ ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ചേച്ചി ഇപ്പോൾ വീടുകളിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ടെറസ് ഫാമിങ്ങൊക്കെ പോലെ. അവിടെ എന്ത് ചെയ്യാനാണ്? ഞാൻ മാത്രമല്ലേ ഉള്ളൂ, വീട്ടിലുള്ള 2 എണ്ണം. പരിസരം വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഇങ്ങനെ ചേച്ചി ഒന്ന് തിരക്കി നോക്കിയാൽ മതി, അടുത്തൊക്കെ കാണുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ എന്തോ ഷോപ്പ് മോളെ ഹോർട്ടിക്കൾച്ചർ അങ്ങനെ എന്തോ ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ ഈ നല്ലതായിരിക്കുമോ? അതും അങ്ങനെ ഒന്നും ആയിരിക്കില്ല. ലാഭത്തിന് വേണ്ടി അവർ ഓരോന്നും ചെയ്യാം. കാരണം നമുക്ക് കൃഷി ചെയ്യാനൊക്കെ നേരം ഞാൻ ഇനിയിപ്പോൾ അമ്മയുടെ വീട്ടിലോട്ട് പോയത്. അമ്മയുടെ വീട്ടിലോട്ട്. ശരി. അമ്മ അന്വേഷിച്ചായിട്ട് പറയണേ. ശരി മോളെ. എൻ്റെ അടുത്തുണ്ട്. നീ ഇത് എവിടെയാണ്? ഞാൻ കേട്ടില്ല അമ്മേ. കുറച്ച് സാധനം വാങ്ങാൻ എപ്പോഴും ബേക്കറി ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാൽ നിനക്കുള്ള പീസുകൂടിയുള്ള എപ്പോഴും കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. രണ്ടുപേരും കണക്കാം. അപ്പൊ നീ ഉച്ചയ്ക്കത്തേക്കൊന്നും ഉണ്ടാക്കിയില്ലേ? ഞാനൊന്നും ഉണ്ടാക്കിയില്ല അമ്മ, എനിക്ക് വയ്യായിരുന്നു. നമുക്കിന്ന് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്താലോ? എപ്പോഴും സ്വിഗ്ഗിന്ന് ഓർഡർ കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരുന്നത്. എന്നും ഒന്നും ഇല്ലല്ലോ. കുഴിമന്തി മിണ്ടരുത് നീ. നിനക്കൂടെ കഴിഞ്ഞാൽ ഇപ്പൊ കൊണ്ടുവരും. ഓ, അവർക്ക് വേണമെങ്കിൽ കഞ്ഞി കൊടുക്കും. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് പോരെ. വീട്ടുപേര് കിട്ടുന്നില്ല. കണ്ടോ? ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം. ഹലോ
കുഴപ്പമൊന്നുമില്ല, കാർഡിലേക്ക് മാറ്റാം. എങ്ങനെയുണ്ടമ്മേ? അമ്മ ഗുളികയൊന്നും കഴിക്കാറില്ലേ കൃത്യമായിട്ട്? വന്നപ്പോൾ പോലും നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെ ഇപ്പം നടക്കാൻ പോകാറൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇരിക്കുന്നതാണ്. ജസ്റ്റ് രണ്ട് ട്രാൻസ്ഫർ രണ്ട് ബോട്ടോക്സിൻ്റെ 4 ഓക്കെ ശരി. ജാനകി അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമില്ല, സേഫ് സോണാണ്. അപ്പം ഇതിന് മുമ്പ് ഇതുപോലെ ഒരു പ്രാവശ്യം ഇപ്പോഴും വലിയ കുഴപ്പമില്ല. ഇപ്പം സേഫ് സോണിലാണ്, പക്ഷെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുറച്ച് കൊളസ്ട്രോൾ ലെവൽ കൂടി നിൽക്കുക, അത് നമുക്ക് ദോഷം ചെയ്യും. മുന്നോട്ട് പോകുമ്പോൾ നന്നായിട്ട് അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഇതുപോലെ കൊളസ്ട്രോൾ പ്രഷറൊക്കെ ആയിട്ട് വരുന്ന രോഗികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അധികം കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇല്ലാത്ത രോഗികളാണ് കുറവെന്ന് വേണം പറയാം. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണശൈലി തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി എടുത്തതിന് ശേഷം ബാക്കി ഉള്ള കാർബോഹൈഡ്രേറ്റ് ഏത് എന്താണെങ്കിലും ശരി അതിൻ്റെ ഫാറ്റായിട്ടാണ് ബോഡി സൂക്ഷിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ത്വക്കിന് അടിയിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അവയവങ്ങളെ കവർ ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലൊക്കെ ആവാം. തൊലിയുടെ അടിയിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ അവയവങ്ങൾ പൊതിഞ്ഞു ഈ ഹേർട്ടിലെ തന്നെ വെസൽസിൻ്റെ അകത്തൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ഒരു കൺസേൺ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ വ്യായാമം നന്നായിട്ട് ചെയ്യണം. അമ്മയ്ക്ക് പൊതുവെ വ്യായാമം കുറവാണ്. അത് നന്നായിട്ട് പറയണം. നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം, വെള്ളം കുടിക്കുക. പിന്നെ മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഫുഡ് അറിയും, നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഞാനിപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഈ പ്രോസസ്ഡ് ഫുഡ്, റെഡി ടു കുക്ക് ടൈപ്പ് ഫുഡുകളൊക്കെ അതിലൊക്കെ നിറച്ച് പ്രിസർവേറ്റീവ്സ് ആണ്. മാത്രമല്ല ഹൈ കലോറിയാണ്, കൊളസ്ട്രോൾ ലെവൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡ് മാത്രമല്ല, നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികളിലാണെങ്കിൽ പോലും ഒരുപാട് വിഷം ഇഞ്ചെക്ട് ചെയ്താൽ വരുന്നത്. അത് ഈ കൊളസ്ട്രോളും പ്രഷറും മാത്രമല്ല, ക്യാൻസറിന് വരെ അത് കാരണമാകാറുണ്ട്. ജനിതക രോഗങ്ങളൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ ജനിതക രോഗങ്ങളിലേക്ക് വരെ പോകാറുണ്ട്. നല്ലൊരു ജീവിതമാണെങ്കിൽ നല്ലൊരു ആഹാരം തന്നെയാണ് അതിന് അടിസ്ഥാനം. മാക്സിമം വീട്ടുവളപ്പിലൊക്കെ ചെറിയ കൃഷിയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഞാൻ ചെയ്യണം കേട്ടോ. കൃഷിയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ബേക്കറി ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കഴിക്കേണ്ടതല്ല, മാക്സിമം അവോയ്ഡ് ചെയ്യുക, കുറച്ച് മാത്രം കഴിക്കും. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ജാനകിന് ഓക്കെ ആകുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് ടെസ്റ്റുകളും കൂടെ ചെയ്യും. ശരി. കീടനാശിനി ഉപയോഗത്തെ തുടർന്ന് വിപണിയിൽ വ്യാപകമായ പച്ചക്കറികളിലേറെയും അപരന്മാരാണ്. ജൈവവളം ഉപയോഗിച്ച് വിളയിച്ചതെന്ന പേരിൽ സംസ്ഥാനത്ത് വിൽക്കുന്നതിലധികവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. പച്ചക്കറി സ്റ്റാളുകളിൽ തന്നെ ജൈവൻ എന്ന പേരിൽ പച്ചക്കറികൾ ഇന്ന് വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. സാധാരണ വാങ്ങുന്ന പച്ചക്കറികളെക്കാൾ ഇരട്ടി വിലയാണ് ജൈവ പച്ചക്കറികൾക്ക് ഈടാക്കുന്നത്. വില കൂടുതലായതിനാൽ ജൈവ പച്ചക്കറി വാങ്ങാൻ